ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അജ്ഞാതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കാണിക്കുന്നത്. അയാളിപ്പോ നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. അയാളുടെ പുറകിലായിട്ട് ഒരു വലിയ ബോക്സ് ഇരിക്കുന്നുണ്ട്. അതിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിൽ നിന്നും ആ ബോക്സിനകത്ത് നിന്നാണ് അയാൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായകനെയാണ്. ഇവന്റെ പേര് ജെയ്സൺ എന്നാണ്. അവനും അവന്റെ ഭാര്യയും മകനുമാണ് അവന്റെ ഫാമിലിയിലുള്ളത്. ഈ ജെയ്സൺ ഒരു സയന്റിസ്റ്റ് ആണ്. ഫിസിക്സിന്റെ ഒരു പ്രൊഫസർ ആയിട്ടാണ് അവനിപ്പോ ജോലി ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷപൂരിതമായിട്ടുള്ള ഒരു ലൈഫാണ് അവരിപ്പോ ജീവിക്കുന്നത്. ജെയ്സന്റെ ഭാര്യയുടെ പേര് ഡാനിയല എന്നാണ്. മകന്റെ പേര് ചാർലി എന്നും. അങ്ങനെ പതിവ് പോലെ തന്നെ ഇന്നത്തെ ദിവസം അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ചാർലി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ഡാനിയൽ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മദറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പൊ നീ ഡ്രൈവ് ചെയ്യണ്ട, നിന്റെ അച്ഛൻ തന്നെ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിക്കോളും എന്നാണ് അവർ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവർ ജോലിക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ ജെയ്സൺ എന്ന് പറയുന്നത് കൂളായിട്ടുള്ളൊരു ഫാദറാണ്. ചാർലിയുടെ നിരാശ കാണുമ്പോൾ നിന്റെ അമ്മയോട് പോയി പണി നോക്കാൻ പറ, ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ നീ തന്നെ ഡ്രൈവ് ചെയ്താൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചാർലിക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജെയ്സൺ ചാർലിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നത്. നിന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ ബ്രൂക്ക്, എന്തായി അവളുടെ കാര്യം? നീ നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇല്ല ഡാഡ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്റെ ഫ്രണ്ടായ ഡ്രൂവിനോട് ഒരു അടുപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഡ്രൂവിനോടോ? അവൾക്ക് അവനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് നിന്നോട് തന്നെയാണ് ഇഷ്ടം ഉണ്ടാവാൻ സാധ്യത എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെയ്സന്റെ ഫ്രണ്ട് അവനെ വീഡിയോ കോൾ വിളിക്കുന്നത്. ഇവന്റെ പേര് റയാൻ ഹോൾഡർ എന്നാണ്. ഇവനും ഒരു സയന്റിസ്റ്റ് ആണ്. അവനിപ്പോൾ പാവിയ എന്ന പേരിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് അവനിപ്പോ ജെയ്സനെ വിളിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനും ശരിക്കും സന്തോഷമായി. ചെലവുണ്ട് കേട്ടോ എന്നാണ് അവൻ റയാന്റെ അടുത്ത് പറയുന്നത്. അത് പറയാൻ തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിന്റെ അടുത്തുള്ള വില്ലേജ് ടാപ്പ് എന്ന പേരുള്ള ബാറിനകത്ത് വെച്ചിട്ടാണ് ആ പാർട്ടി നടക്കുന്നത്. തീർച്ചയായിട്ടും നീയും അങ്ങോട്ട് വരണം എന്നാണ് റയാൻ പറയുന്നത്. ജെയ്സൺ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചാർലിയെ സ്കൂളിലാക്കിയതിനു ശേഷം ജെയ്സൺ നേരെ പോകുന്നത് അവന്റെ കോളേജിലേക്കാണ്. അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ക്ലാസ് ആണ് അവനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്നാണ് ആ എക്സ്പെരിമെന്റിന്റെ പേര്. അതിനെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. നിങ്ങൾ ഈ ബോക്സ് കണ്ടില്ലേ? ഇതിനകത്തൊരു പൂച്ചയെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ അടുത്തായിട്ട് ഒരു വിശക്കുപ്പിയുണ്ട്. കുറെ നേരം ഈ പൂച്ച അതിനകത്ത് തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഈ ബോക്സ് തുറക്കുമ്പോൾ പൂച്ച ജീവനോടെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ വിഷൻ ലീക്കായിട്ട് ആ പൂച്ച ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മളുടെ റിയാലിറ്റിയിൽ നടക്കുന്നത്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഒരേ സമയം ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് ഒരേ സമയം പൂച്ച മരിക്കുകയും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. ഷ്രോഡിംഗർ ഈ എക്സ്പെരിമെന്റ് നടത്തിയത് നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിള്ളേർക്കാർക്കും ആ എക്സ്പെരിമെന്റിൽ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ലാതാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബെല്ലടിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം ഡാനിയലയാണെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. ഇതൊരു ഗാലറിയാണ്. നല്ല വില കൂടിയ പെയിന്റിംഗ് ഒക്കെയാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഈ സമയം അവളുടെ ഫ്രണ്ടായ ബ്ലെയറും അവിടെ നിൽക്കുന്നുണ്ട്. അവരിപ്പോ അവിടുത്തെ പെയിന്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ജെയ്സൺ നേരെ പോകുന്നത് ഒരു ബിൽഡിംഗിലേക്കാണ്. അവിടെ ഒരു റൂമുണ്ട്. ജെയ്സൺ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു റൂമാണിത്. അവന്റെ ഭാര്യയ്ക്ക് പോലും അങ്ങനെ ഒരു റൂമിന്റെ കാര്യം അറിയത്തില്ല. അതിനകത്ത് വെച്ചിട്ടാണ് ഈ ജെയ്സൺ അവന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്നതിന് ശേഷം അവൻ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ കുറിക്കാൻ തുടങ്ങി. മാത്രമല്ല അവനൊരു പിങ്ക് കളറുള്ള ഒരു മരുന്നും കയ്യിലെടുക്കുന്നുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ വീട്ടിലെത്തി. അന്നത്തെ ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജെയ്സന്റെ മൊബൈലിൽ കുറെ മെസ്സേജ് വരുന്നത്. ഡാനിയലയാണ് ആ മെസ്സേജ് ഒക്കെ നോക്കുന്നത്. റയാൻ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണത്. അത് കാണുമ്പോൾ ഇത് കുറെ ഉണ്ടല്ലോ, നീ എന്താണ് അതൊന്നും വായിച്ചു നോക്കാത്തത് എന്നാണ് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ റയാന് ആ പാവിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് വില്ലേജ് ടാപ്പിൽ അവനൊരു പാർട്ടി വെച്ചിരിക്കുകയാണ്. എന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടെ വിട്ടിട്ട് അതിന് പോകാൻ താല്പര്യമില്ല എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. പക്ഷെ അവന് പോകാൻ താല്പര്യമില്ലാത്തതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അത് ചെറിയൊരു അസൂയയാണ്. ആ പാവിയ അവാർഡിന് വേണ്ടി അവനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോ കിട്ടിയിരിക്കുന്നത് റയാനാണ്. ആ ഒരു അസൂയ അവന് റയാന്റെ അടുത്തുണ്ട്. എന്നാൽ ഡാനിയലയാണെങ്കിൽ അവനെ ആ പാർട്ടിക്ക് പോവാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ വില്ലേജ് ടാപ്പ് എന്ന ബാറിലെത്തി. അവന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആ ബാർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ജെയ്സൺ അവിടേക്ക് പോവാറുള്ളതാണ്. അവിടുത്തെ ബാർമാന് ജെയ്സനെ നല്ല പരിചയമാണ്. അതുകൊണ്ട് അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ ജെയ്സൺ അവിടുത്തെ ബാർമാന് കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൻ വേഗം ചെന്നിട്ട് റയാന്റെ കൂടെ പാർട്ടിക്ക് ജോയിൻ ചെയ്യാണ്. റയാന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ റയാൻ ആണെങ്കിൽ എല്ലാവരെയും ജെയ്സന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ
പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് റയാൻ ജെയ്സന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. നിനക്ക് ആ ആൻഡ്രൂവിന് ഓർമ്മയില്ലേ? ഞാനും അവനും ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂറോടെക് കമ്പനിയാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് ഞങ്ങൾ അത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീ അവിടെ ജോലി ചെയ്യണമെന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്നാണ് റയാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല റയാൻ. ഒന്നാമത്തെ കാരണം ഈ സാൻ ഫ്രാൻസിസ്കോ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. നിനക്കറിയാലോ എന്റെ മുഴുവൻ കാര്യങ്ങളും ഈ സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയെ ഞാൻ ഇവിടെ ആക്കിയിട്ട് വരേണ്ടി വരും. അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നിന്നോട് കാര്യം പറയാം എന്നാണ് ജേസൺ അവന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവൻ ആ ബാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ കാറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അവനത് പാർക്ക് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു മുഖമൂടി വെച്ച മനുഷ്യൻ ഒരു തോക്കും പിടിച്ച് അവന്റെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബോക്സിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു അജ്ഞാത മനുഷ്യനെ കണ്ടിട്ടില്ലായിരുന്നോ? അയാളാണത്. അയാൾ ഉടനെ തന്നെ ജെയ്സനെ പിടിച്ച ആ കാറിന്റെ അകത്തേക്ക് കയറ്റാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചോളണം. എങ്ങാനും നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉടനെ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയും എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ ജെയ്സൺ ആണെങ്കിൽ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ജെയ്സന്റെ ഫോണിന്റെ ലോക്ക് ഓണാക്കുന്നുണ്ട്. അയാൾക്ക് അവന്റെ പാസ്വേഡ് ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ജെയ്സന് ശരിക്കും അത്ഭുതമായി. എങ്ങനെയാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നൊക്കെയാണ് ജെയ്സൺ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് അയാൾ റയാനെ കുറിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത് അയാൾ ചോദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവൻ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം എന്നാണ് ഞാൻ അവന് മറുപടി കൊടുത്തത് എന്നൊക്കെയാണ് ജെയ്സൺ അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ജെയ്സനെയും കൊണ്ട് നേരെ പോകുന്നത് അയാൾ നേരത്തെ വന്ന ആ ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ ആദ്യം അവൻ ജെയ്സന്റെ കയ്യിലുള്ള അവന്റെ കല്യാണമോതിരം ഊരിയെടുക്കാണ്. അതിനുശേഷം അവന്റെ മുഴുവൻ ഡ്രസ്സും അഴിക്കാൻ പറയുന്നു. ജെയ്സൺ ആണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ തന്നെ അവന്റെ ഡ്രസ്സ് മൊത്തം അഴിക്കുകയാണ്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ അയാൾ ഉടനെ തന്നെ ആ കാറിന്റെ അകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം ജെയ്സനെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ജെയ്സൺ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ജെയ്സനെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അയാൾ അവന്റെ കഴുത്തിൽ എന്തോ ഒരു മരുന്നൊക്കെ കുത്തിവെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് എന്റെ ശരീരത്തെ കുത്തിവെച്ചത് എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത്. എന്നാൽ ആ മനുഷ്യൻ അതിന് മറുപടി പറയുന്നില്ല. അങ്ങനെ അയാൾ ഉടനെ തന്നെ അവന്റെ ഒരു ബാഗ് കാണിച്ചു കൊടുത്തിട്ട് അതിനകത്തുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ പറയാണ്. നീ വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ ധരിക്കണം, ഉടനെ നിന്റെ ബോധം പോകുന്നതാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവൻ ആ ഡ്രസ്സൊക്കെ ധരിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഒരു പിങ്ക് ലൈറ്റാണ് പുറത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെ ജെയ്സൺ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ ജെയ്സന്റെ ബോധം പോകാൻ തുടങ്ങുമ്പോഴാണ് ആ മനുഷ്യൻ അവനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. നിന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നീ സന്തോഷവാനാണോ? നിനക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ അത്ഭുതം തോന്നുന്നില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മറ്റു കാര്യങ്ങളോ? എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് മറ്റെന്ത് കാര്യമാണുള്ളത്? എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അത്ഭുതപ്പെടാറുണ്ട് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. എങ്കിൽ നിന്റെ ഈ ചിന്ത അതുപോലെ തന്നെ നിന്റെ മനസ്സിലിരിക്കട്ടെ. ഇതിനെ അപേക്ഷിച്ചിട്ടായിരിക്കും നിന്റെ ബാക്കിയുള്ള ജീവിതം. ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിന്നെ പേടിപ്പിച്ചേക്കാം. എങ്കിലും എനിക്ക് ഉറപ്പാണ് ആ കാര്യങ്ങളൊക്കെ നീ തരണം ചെയ്യും. പിന്നെ ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്കത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അപ്പോഴേക്കും ജെയ്സന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവന് ബോധം വരുമ്പോൾ അവനിപ്പോൾ ഒരു മെഡിക്കൽ റൂമിന്റെ അകത്താണുള്ളത്. കുറെ ആളുകൾ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവരവനെ കുളിപ്പിക്കുകയാണ്. അതിനുശേഷം അവനിപ്പോൾ റൂമിന്റെ അകത്താണ് കിടക്കുന്നത്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നേരത്തെ ആ മനുഷ്യനെ ആക്രമിച്ചതുകൊണ്ട് അവന്റെ മുഖത്ത് എന്തൊക്കെയോ മുറിപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ ഈ ലേഡി ആരാണ് എന്ന കാര്യം അവൻ അറിയത്തില്ല. നിങ്ങൾ ആരാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്കെന്നെ മനസ്സിലായില്ലേ, ഞാൻ അമാൻഡയാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത്. പക്ഷെ അമാൻഡ ആരാണ് എന്ന കാര്യം ജെയ്സൺ അറിയത്തില്ല. അവനിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഓക്കെ, അത് കുഴപ്പമില്ല, നീ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത്രയും സമയം കടന്നുപോയത്. അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതായിരിക്കും. എന്തായാലും ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ ശരീരം മൊത്തം ഇപ്പൊ ക്ലിയർ ആയിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ഒരു റേഡിയേഷനും ഒരു ഇൻഫെക്ഷനും ഇല്ല. ഇനി നിനക്ക് ക്വാറന്റൈനിൽ നിന്ന് പുറത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെയും കൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ഡോൺ എന്നു പേരുള്ള ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരാരെയും തന്നെ ജെയ്സൺ അറിയത്തില്ല. മാത്രമല്ല അവള് പറഞ്ഞ പോലെ അവനൊരു ഓർമ്മക്കുറവുമില്ല. അങ്ങനെ അവൾ അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു റൂമിന്റെ അകത്തേക്കാണ്. അതിനകത്തൊരാൾ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ലൈറ്റൺ എന്നാണ്. ജെയ്സൺ അവനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ കണ്ടിട്ട് കുറെ കാലങ്ങളായി. ഇപ്പോഴെന്തിനാണ് ഇവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെയാണ് അവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അമാൻഡ അവിടുത്തെ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അമാൻഡ ലൂക്കാസ്, ഇവിടുത്തെ ലാബ് സൈക്യാട്രിസ്റ്റ് ആണ്. ഇതാണ് ഞങ്ങളുടെ CEO ആയ ലൈറ്റൺ. ഇന്നാണ് ഞാൻ ഇവനുമായിട്ട് ജോയിൻ ചെയ്തത്. പിന്നെ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ കോ ഫൗണ്ടറും ചീഫ് സയൻസ് ഓഫീസറുമായ ജെയ്സൺ ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ
ആ ക്യാമറയിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജെയ്സൺ അത്ഭുതമായി. ഒരു പ്രൊഫസറായ താൻ എങ്ങനെയാണ് ഇവരുടെ കോ ഫൗണ്ടർ ആയത് എന്നൊക്കെയാണ് അവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ആ ലേറ്റൻ ആ റൂമിന്റെ കർട്ടൻ മാറ്റുന്നത്. അതിന്റെ അപ്പുറത്തായിട്ട് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ജെയ്സനെ കാണുമ്പോൾ അവരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കൈയടിക്കുന്നത് എന്നൊന്നും ജെയ്സന് മനസ്സിലാവുന്നില്ല. ഈ സമയം ലേറ്റൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും തന്നെ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം നീ ഒരാൾ മാത്രമാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. നിനക്കറിയോ നീ പോയിട്ട് എത്ര ദിവസമായെന്ന്? 14 മാസവും 10 ദിവസവുമായി. എനിക്കറിയാം നിനക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും സമയം നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ്. എവിടെയായിരുന്നു നീ? അവിടെ എന്തൊക്കെയാണ് നീ കണ്ടത്? എങ്ങനെയാണ് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ജെയ്സന് മനസ്സിലാവുന്നില്ല. ഞാനൊരു ബാറിലായിരുന്നു. അവിടെ റയാൻ എന്ന പേരുള്ള എന്റെ ഫ്രണ്ടുമായിട്ട് ഞാനൊരു മീറ്റിംഗിലായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഒരുത്തൻ വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാണ് അവൻ അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിങ്ങൾ ആരെയും അറിയത്തില്ല. ലേറ്റൻ എനിക്കറിയാം, പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ കാലമായി. ഇപ്പൊ നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവന്റെ ഓർമ്മ ശരിയാവാത്തതുകൊണ്ടാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവനെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ ജെയ്സൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഇടിച്ചിട്ടിട്ട് അവിടെ നിന്ന് മുന്നോട്ട് ഓടുകയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. അതിനുശേഷം അവനൊരു ടാക്സി വിളിച്ചിട്ട് നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ ഡാനിയലയാണെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെയാണ്. കുറെ നേരമായി ജെയ്സൺ പോയിട്ട് അവൾ വിളിച്ചിട്ടൊന്നും അവൻ ഒരു റിപ്ലൈയും തരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ടെൻഷനിലാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജെയ്സൺ അവന്റെ വീട്ടിലെത്തി. പക്ഷെ ആ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഡാനിയല ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, ആ അമാൻഡ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ആ അജ്ഞാത മനുഷ്യനാണെങ്കിൽ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഈ സീരീസിലെ ആദ്യത്തെ ട്വിസ്റ്റ്. അയാളിപ്പോ പോയിരിക്കുന്നത് ജെയ്സന്റെ വീട്ടിലേക്കാണ്. ഡാനിയൽ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അയാളെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. കാരണം അയാളും ജെയ്സനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഡാനിയൽ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഞാൻ കുറെ നേരമായല്ലോ ഫോണിൽ വിളിക്കുന്നത്, നീ എന്താ റിപ്ലൈ തരാത്തത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പെട്രോൾ തീർന്നുകൊണ്ട് ഞാൻ പമ്പിലായിരുന്നു, അതുകൊണ്ടാണ് വരാൻ താമസിച്ചത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എങ്കിലും അവളുടെ ദേഷ്യം അങ്ങോട്ട് മാറിയിട്ടില്ല. ഈ സമയം ജെയ്സൺ 2 ആണെങ്കിൽ നൈസായിട്ട് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരുമാതിരി പൂച്ച ഉണക്കമീൻ കണ്ടതുപോലെയാണ് അവൻ അവളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആക്രാന്തത്തോടെ അവൻ അവളെ ബലമായിട്ട് പിടിച്ച് കിസ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ ഇതുപോലൊരു പ്രവൃത്തി ജെയ്സൺ അവളുടെ അടുത്ത് കാണിക്കാറില്ല. എങ്കിലും അവൻ മദ്യപിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതിന് വഴങ്ങി കൊടുക്കുകയാണ്. അങ്ങനെ റയാനുമായിട്ടുള്ള മീറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അവൾ അവന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ റയാൻ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പുതിയൊരു കമ്പനി തുടങ്ങാൻ പോവാണത്രേ. പക്ഷെ ഞാൻ അതിനൊരു മറുപടി അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ജെയ്സൺ പറയുന്നത്. ഇതേ സമയം തന്നെ ജെയ്സൺ 1 ആണെങ്കിൽ അമാൻഡയുടെ അടുത്താണ് നിൽക്കുന്നത്. നീ എന്താണ് ഇവിടെ എന്നാണ് അവൻ ആദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ എന്നോ, ഞാൻ ഇവിടെ നിന്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ ഉടനെ തന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് നോക്കുകയാണ്. ആ കാഴ്ചയും അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവന്റെ വീടിന്റെ ഉൾഭാഗമല്ല ഇപ്പോൾ അവൻ അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഡാനിയൽ എവിടെ, ചാർലി എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അവനിപ്പോ പോകുന്നത് ചാർലിയുടെ റൂമിലേക്കാണ്. എന്നാൽ ആ റൂമിന്റെ ഉൾഭാഗവും മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ അവിടുത്തെ ഷെൽഫിലായിട്ട് ആ പാവ്യ അവാർഡ് ഇരിക്കുന്നുണ്ട്. അതിൽ അവന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അവന്റെ പേരിലുള്ള വേറെയും കുറെ അവാർഡുകൾ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഡാനിയലെ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് വിളിക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതും കൂടെ ആവുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. എന്റെ ഭാര്യ എവിടെ, എന്താണ് നിങ്ങൾ അവളെ ചെയ്തത് എന്നൊക്കെയാണ് അവൻ അമാൻഡയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭാര്യയോ, നിനക്ക് അങ്ങനെ ഒരു ഭാര്യയില്ല, ഞാനാണ് നിന്റെ കൂടെ ജീവിക്കുന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഈ സമയത്താണ് പുറത്തു നിന്നൊരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ അത് ആ ലേറ്റന്റ് ആളുകളാണ്. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയം ജെയ്സൺ 2 ആണെങ്കിൽ ഡാനിയലെയും കൊണ്ടുപോകുന്നത് അവരുടെ ബെഡ്റൂമിലേക്കാണ്. അതിനുശേഷം വീണ്ടും അവൻ ആക്രാന്തം കാണിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവന്റെ കയ്യിലുള്ള ഒരു മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത്. ഇതെന്ത് പറ്റിയതാണ് അവൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് വിശ്വസിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജെയ്സൺ 1നെയാണ് കാണിക്കുന്നത്. അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ പുറത്തേക്കാണ് ഓടുന്നത്. ഈ സമയം ആ ലൈറ്റന്റ് ആളുകളൊക്കെ അവനെയും തിരഞ്ഞ് അതിലെ നടക്കുന്നുണ്ട്. അവരുടെ ഒന്നും കണ്ണിൽ പെടാതെ അവൻ വേഗം മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ വില്ലേജ് ടാപ്പ് എന്ന പേരുള്ള ബാറിലേക്കാണ്.
പക്ഷെ അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ആ ബാർമാൻ ഉണ്ടല്ലോ, അയാൾ അവനെ തിരിച്ചറിയുന്നില്ല. ബാറ് ക്ലോസ് ചെയ്തു, നിങ്ങൾ പോയിട്ട് നാളെ വാ എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്ക് എന്നെ ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ, ഞാൻ ജെയ്സൺ ആണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇവിടെ ഒരു പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ജെയ്സണോ? ഏത് ജെയ്സൺ? എനിക്ക് നിങ്ങളെ അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അതൊക്കെ കേട്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ ജെയ്സൺ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവന്റെ ബ്രെയിനിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊരു CT സ്കാൻ എടുക്കാനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവന്റെ CT സ്കാൻ എടുക്കുകയാണ്. അതിനുശേഷം അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു നേഴ്സ് അവനൊരു മരുന്ന് കുത്തിവെക്കുകയാണ്. ഈ സമയം അവൻ ആലോചിക്കുന്നത് ഡാനിയലെ കുറിച്ചിട്ടാണ്. അതിനിടയിൽ അവൻ അവന്റെ വിരലിലെ മോതിരം ചെക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റേ ജെയ്സൺ എടുത്തുകൊണ്ട് പോയതാണല്ലോ. ആ മോതിരം കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ അവന് ശരിക്കും വിഷമത്തിലാണ് അവിടെ കിടക്കുന്നത്. ഇതേ സമയം ജെയ്സൺ 2 ആണെങ്കിൽ ഡാനിയലയുടെ കൂടെ അവളുടെ വീട്ടിലാണ്. ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ നേരെ പോകുന്നത് ചാർലിയുടെ റൂമിലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം ചാർലിയെ നോക്കി നിന്നതിന് ശേഷം അവൻ അവിടെ നിന്ന് കോണിപ്പടി ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം അവിടുത്തെ കൈവരിയിൽ ഒരു ഭാഗം ഇളകി കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താണ് ജെയ്സൺ, നിനക്കിതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചൂടെ എന്ന് സ്വയം പറഞ്ഞ് അവൻ നേരെ കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരു കോഫി കുടിക്കാനാണ് അവന്റെ ശ്രമം. പക്ഷെ കോഫി പൗഡർ ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അവൻ അറിയത്തില്ല. അവൻ അതൊക്കെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇതേ സമയം ജെയ്സൺ 1 അവന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ ഒരു ഡോക്ടർ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിന്റെ CT സ്കാൻ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ട്യൂമറോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും ഇല്ല. പക്ഷെ ഞങ്ങൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മരുന്നാണ്. അതെങ്ങനെയാണ് നിന്റെ ശരീരത്തിലേക്ക് വന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ സമയത്താണ് മറ്റേ ജെയ്സൺ അവന്റെ കഴുത്തിൽ ഒരു സിറിഞ്ച് കുത്തിവെച്ച കാര്യം അവൻ ഓർക്കുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൻ ആ കാര്യം പറയുന്നില്ല. അങ്ങനെ ഡോക്ടർ അവന്റെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ പാവിയ അവാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നല്ല ഫേമസ് ആയിരുന്നു. അതിനെ തുടർന്ന് ഒരു വർഷത്തേക്ക് നിങ്ങളെ പബ്ലിക്കലി കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അതിനും അവനൊരു മറുപടിയും പറയുന്നില്ല. ഈ സമയം അവനാണെങ്കിൽ ആ ഡോക്ടറിന്റെ ടാബിൽ ഡാനിയലെ കുറിച്ചാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും അവളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അവളൊരു ആർട്ടിസ്റ്റ് ആണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ജെയ്സൺ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ആ ലേറ്റന്റ് അസിസ്റ്റന്റ് ആയ ഡോൺ അങ്ങോട്ട് വരുന്നത്. ജെയ്സനെ കുറിച്ച് അന്വേഷിക്കാനാണ് അവൾ ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അവളെ കണ്ട ഉടനെ തന്നെ അവൻ നൈസായിട്ട് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഡോൺ അവളെ കാണുന്നില്ല. ഇതേ സമയം ജെയ്സൺ 2 ആണെങ്കിൽ അവന്റെ കോളേജിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ജെയ്സൺ 1 ആയിരുന്നപ്പോൾ വളരെ കൂളായിട്ടായിരുന്നു ആ കുട്ടികളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. എന്നാൽ ഈ ജെയ്സൺ 2 നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേ പറ്റൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളുടെ ആ മാറ്റമൊക്കെ കാണുമ്പോൾ ആ കുട്ടികൾക്കും ശരിക്കും അത്ഭുതമാവുന്നുണ്ട്. ഇതേ സമയം അമാൻഡ ആണെങ്കിൽ ലേറ്റനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജെയ്സനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോൺ കുറച്ച് സമയം മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ജെയ്സൺ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷെ ഇപ്പോഴവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത് എന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചോളാം, നീ നിന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്ത് എന്നൊക്കെയാണ് ലേറ്റൻ പറയുന്നത്. ഇതേ സമയം ജെയ്സൺ 1 ആണെങ്കിൽ ഡാനിയലെ അന്വേഷിച്ചാണ് പോകുന്നത്. അവൻ അവളുടെ അഡ്രസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അവന്റെ കുറെ ഫോട്ടോസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് അവൻ ഡാനിയലെ കാണുന്നത്. അവൻ വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ചാർലി എവിടെ എന്നാണ് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചാർലിയോ അതാരാണ് അവൾ തിരിച്ചു ചോദിക്കുന്നു. അവളുടെ ആ ചോദ്യം കേട്ട് അവനാകെ അത്ഭുതമായി. ഈ സമയത്താണ് റയാൻ അങ്ങോട്ട് വരുന്നത്. ജെയ്സനെ കണ്ട ഉടനെ തന്നെ റയാൻ അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. നീ ഈ 1 വർഷമായിട്ട് എവിടെ പോയി കിടക്കായിരുന്നു, നിന്നെ ഞാൻ കുറെ അന്വേഷിച്ചല്ലോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അതിനൊരു മറുപടി ജെയ്സൺ പറയുന്നില്ല. അതിനിടയിലാണ് റയാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ നിനക്കൊരു കോമ്പൗണ്ട് ഉണ്ടാക്കി തന്നില്ലായിരുന്നോ, അത് വർക്കൗട്ട് ആയോ എന്നാണ് റയാൻ ചോദിക്കുന്നത്. കോമ്പൗണ്ടോ? എന്ത് കോമ്പൗണ്ട്? ജെയ്സന് കാര്യം മനസ്സിലായില്ല. എന്താണ് ജെയ്സൺ, ആ കോമ്പൗണ്ട് നിനക്ക് ഓർമ്മയില്ലേ? നിനക്കും ആ വെലോസിറ്റിക്കും വേണ്ടിയിട്ടല്ലേ ഞാൻ അത് ഉണ്ടാക്കി തന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. വെലോസിറ്റി എന്ന പേര് കേൾക്കുമ്പോൾ അവന് ഡൗട്ടായി. ആ ലേറ്റൻ ഉണ്ടല്ലോ, അവന്റെ കമ്പനിയുടെ പേരാണ് ഈ വെലോസിറ്റി. അപ്പൊ നിനക്കും ഈ വെലോസിറ്റിയെ കുറിച്ച് അറിയാമോ എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത്. ഇതെന്ത് ചോദ്യമാണ് ജെയ്സൺ, നീ അവിടെയല്ല വർക്ക് ചെയ്യുന്നത്, പിന്നെ എനിക്ക് അറിയാതിരിക്കോ? അവന് കൗതുകമായി. ഓക്കെ അപ്പൊ നിനക്ക് വെലോസിറ്റി അറിയാലേ, എങ്കിൽ നമുക്ക് തമ്മിൽ രഹസ്യമായിട്ടൊന്ന് സംസാരിക്കണം എന്നാണ് ജെയ്സൺ പറയുന്നത്. ഇതേ സമയം തന്നെ ജെയ്സൺ 2 ആണെങ്കിൽ ഡാനിയലയുടെ കൂടെ അവളുടെ വീട്ടിലാണ്. അതിനിടയിലാണ് ചാർലി അങ്ങോട്ട് വരുന്നത്. അവൻ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് അവൻ. അത് കാണുമ്പോൾ അപ്പോൾ ആ ബ്രൂക്ക് അവിടെ ഉണ്ടാവത്തില്ലേ, എങ്ങനെയാണ് ഇന്നത്തെ കാര്യം, നീ നിന്റെ ഇഷ്ടം അവളോട് പറയുന്നുണ്ടോ അവന്റെ അമ്മ ചോദിക്കുന്നു. ഈ സമയത്താണ് ജെയ്സൺ 2 ബ്രൂക്കിനെ കുറിച്ച് അറിയുന്നത്. എന്താ, നിനക്ക് അവളോട് പ്രണയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നീ ചാടി കയറി അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോകരുത്. നീ ജസ്റ്റ് നിനക്ക് ഇഷ്ടമാണ് എന്ന് അവളെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതി. അവൾ
അവള് നിന്റെ അടുത്ത് വന്ന് പറയട്ടെ, അതുവരെ നീ വെയിറ്റ് ചെയ്യണം എന്നൊരു ഉപദേശമാണ് ജേസൺ 2 അവന് കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. കാരണം ഇതിനു മുമ്പ് അവന്റെ അച്ഛൻ അങ്ങനെയല്ല അവനോട് സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ ഒരു ഉപദേശം അവന് ശരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാനിയലയുടെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജേസൺ 1ഉം റയാനും അവളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നീ ഈ മീറ്റിംഗ് വിളിച്ചത്, എന്താണ് നിനക്ക് പറയാനുള്ളത്, ഡാനിയല ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്തൊരു കഥ പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു ഭാര്യയും ഒരു മകനും ഉണ്ട്. അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു അവാർഡ് കിട്ടുന്നത്. അതിനെ തുടർന്ന് അവൻ അവന്റെ ഫ്രണ്ടുമായിട്ട് ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അവനെതിരെ ഒരു അറ്റാക്ക് നടക്കുന്നത്. അതിനെ തുടർന്ന് അവന്റെ ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. അവന്റെ മൈൻഡിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ബ്രെയിൻ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനൊരു കുഴപ്പവുമില്ല എന്നാണ് ഹോസ്പിറ്റലുകാർ കണ്ടെത്തിയത്. മാത്രമല്ല 5 മണിക്കൂറിനുള്ളിൽ അവന്റെ വീട്ടിനകത്തെ മുഴുവൻ കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ജേസൺ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതെങ്ങനെ പറയാനാണ്, ചിലപ്പോൾ അവന് ഭ്രാന്തായിരിക്കും എന്നാണ് റയാൻ പറയുന്നത്. ഇല്ല റയാൻ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ എന്റെ കഥ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് എന്നാണ് ജേസൺ പറയുന്നത്. അതെല്ലാം കേട്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഈ സമയം അവൻ ഡാനിയലയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ആദ്യം നിന്നെ കാണാൻ വന്നപ്പോൾ നിന്റെ ഏജന്റ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്പയർഡ് ആയിട്ടാണ് നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അതെന്തുകൊണ്ടാണ് അവൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവൾ അവനുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് പറയാൻ തുടങ്ങി. കുറെ കാലത്തേക്ക് നമ്മൾ തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം നീ എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നീ എന്നോട് പറഞ്ഞു നീ കുറെ കാലമായിട്ട് നീ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞു നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനെ അപേക്ഷിച്ചിരിക്കും. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് വേണ്ടി കുറെ ലോകങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ പല ലോകങ്ങളിലായിട്ട് നമ്മുടെ പല പല വേർഷൻസ് ഉണ്ടാവും. എന്നാൽ ഈ ലോകത്ത് നിന്റെ ഏറ്റവും മോശം തിരഞ്ഞെടുപ്പായിരുന്നു ഞാൻ എന്നായിരുന്നു അന്ന് നീ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും 2 വഴിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം നീ പറഞ്ഞത് നിന്റെ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ടാണ്. ആ എക്സ്പെരിമെന്റ് ഒക്കെ നീ ഏകദേശം പൂർത്തിയാക്കി, ഇനി നമ്മൾ പരസ്പരം കാണാൻ സാധ്യതയില്ല എന്നാണ് നീ എന്നോട് അവസാനം പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഈ സമയം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നീ ഒരു ചാർലിയെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. ആരാണ് ഈ ചാർലി? അവൾ ചോദിക്കുന്നു. അത് മറ്റാരുമല്ല, അത് നമ്മുടെ മോനാണ്. ഞാനും നീയും ഭാര്യ-ഭർത്താക്കന്മാരായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവൻ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ റയാനി ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഭാര്യ-ഭർത്താക്കന്മാരോ? നിനക്ക് വട്ടാണ്, നീ എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ജേസൺ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലാണ് അവിടെ നിൽക്കുന്നത്. ഇതേ സമയം ജേസൺ 2 ആണെങ്കിൽ പല്ല് തേക്കാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ അവൻ നോക്കുമ്പോൾ ഏതാണ് ജേസന്റെ ബ്രഷ് എന്ന കാര്യം അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ കറക്കി കുത്തി ഒരു ബ്രഷ് എടുത്തിട്ട് പല്ലേക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഡാനിയൽ അങ്ങോട്ട് വരുന്നത്. നീ എന്തിനാണ് എന്റെ ബ്രഷ് എടുത്തിട്ട് പല്ലേക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഏത് ബ്രഷ് ആയാലും എന്താണ്, നമ്മളൊന്നല്ലേ, നിനക്ക് വേണമെങ്കിൽ ഇത് എടുത്തോന്നും പറഞ്ഞിട്ട് അവൻ ആ ബ്രഷ് തിരിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം ജേസൺ 1 ആണെങ്കിൽ ഡാനിയലയുടെ കൂടെ അവളുടെ വീട്ടിലാണ്. അവൾ വീണ്ടും അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. നീ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് നിന്നോട് പറഞ്ഞത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്നിലൊരു അസുഖം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ ശരീരത്തിൽ നിന്നും അവരൊരു മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മരുന്ന് അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഡാനിയലെ ആണെങ്കിൽ ഉറങ്ങാൻ പോവാണ്. ഈ സമയം ജെയ്സൺ ആണെങ്കിൽ അവിടെയൊക്കെ നടന്ന് കാണാൻ തുടങ്ങി. ഡാനിയലയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവൻ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ അവിടെ കിടക്കുന്ന ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അവൻ അവന്റെ മോതിരവിരൽ ചുറ്റുന്നുണ്ട്. ഇതേ സമയം ജേസൺ 2 ആണെങ്കിൽ അവന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ആ റയാനെ വിളിക്കുന്നുണ്ട്. അവൻ തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പിൽ ജോലിക്ക് വരണം എന്നാണല്ലോ റയാൻ ജേസന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി കൊടുക്കാനാണ് അവനിപ്പോൾ വിളിച്ചിരിക്കുന്നത്. എനിക്ക് എന്റെ ഫാമിലിയെ വിട്ട് അങ്ങോട്ടും വരാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നിന്റെ ആ ജോലിക്ക് നീ വേറെ ആരെങ്കിലും എടുക്കാൻ നോക്ക് എന്നാണ് അവൻ റയാന്റെ അടുത്ത് പറയുന്നത്. ഇതേ സമയം അമാൻഡ ആണെങ്കിൽ അവളുടെ ജിമ്മിലാണ്. അതിനിടയിലാണ് ജേസൺ 1 അവളെ വിളിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നു, എനിക്ക് ഉടനെ തന്നെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ എന്റെ കാര്യങ്ങൾ പറയണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അത് അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ജേസൺ ഇറക്കിയ ഒരു നമ്പർ ആയിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജേസൺ ഡാനിയലെയും കൂട്ടി ആ വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവർ ആ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നീ ആ ഫോട്ടോ കണ്ടില്ലേ? എന്റെ യഥാർത്ഥ വീട്ടിൽ ഈ ഫോട്ടോ അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനും നീയും നമ്മുടെ മകനും നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ വീട്ടിലേക്ക് വരുന്നത് എന്നാണ് ഡാനിയൽ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ജേസൺ നേരെ പോകുന്നത് അവന്റെ റൂമിലേക്കാണ്. അവിടെ കുറെ റിസർച്ച് പേപ്പർ ഒക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ക്യൂബ്
അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം നീ ഈ റൂം കണ്ടില്ലേ, ഇത് നമ്മുടെ മകനായ ചാർലിയുടെ റൂമാണ്, പക്ഷെ ഇവിടുത്തെ മൊത്തം കാര്യങ്ങളും മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്താണ് ജെയ്സൺ നീ പറയുന്നത്? നമ്മുടെ മകനോ? നമുക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായിട്ടില്ല. ഞാനും നീയും തമ്മിലുള്ള റിലേഷനിൽ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ അന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞെന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നീ ഒന്നിനും പ്രിപ്പയർഡ് ആയിട്ടില്ല, നിനക്ക് നിന്റെ റിസർച്ചാണ് വലുത്, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നാണ്. നീ ആ പറഞ്ഞ നിമിഷം ഞാൻ എന്റെ ആ സ്വപ്നം വേണ്ടാന്ന് വെച്ചതാണ്. ഇനി അതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് കൂടുതൽ പറയാൻ താല്പര്യമില്ല, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജേസൺ ആണെങ്കിൽ അവിടെയുള്ള റിസർച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവളുടെ പുറകെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ കാറിൽ കയറിയതിനു ശേഷം അവൻ വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്കറിയാം കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന്, അതിന് നീ എന്നോട് ക്ഷമിക്കണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്നാണ് അവൾ പറയുന്നത്. സമ്മതിച്ചു, പക്ഷെ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും നീയും തമ്മിലുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. എനിക്കറിയാം ഞാനൊരു ഭ്രാന്ത് പറയുന്നതായിട്ട് നിനക്കത് തോന്നത്തുള്ളൂ എന്ന്, പക്ഷെ നീ എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, എങ്കിലും നിന്നെ ഞാൻ വിശ്വസിക്കാം എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ ജേസൺ 1 ഇപ്പോ ആ റിസർച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ട് അവന് ശരിക്കും അത്ഭുതമായി. അവൻ നടത്തിക്കൊണ്ടിരുന്ന അതേ റിസർച്ചാണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അവൻ അതെല്ലാം നോക്കിയതിനു ശേഷം ഡാനിയലിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്ന കാര്യം മാത്രം നീ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യ്. ഈ ലോകത്ത് ഒരു ജെയ്സൺ ഉണ്ടായിരുന്നു. അവനാണ് ആ പാവ്യ അവാർഡ് കിട്ടിയത്. അയാളാണ് ഞാൻ എന്നാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഞാനല്ല. നീ ഈ റിസർച്ച് കണ്ടില്ലേ, ഇതൊരു ക്യൂബാണ്. ഞാനും ഈ റിസർച്ച് തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ചെയ്തത് ചെറിയൊരു ക്യൂബാണ്. ഒരാറ്റം ആ ക്യൂബിനകത്ത് സൂപ്പർ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ റിസർച്ച് നടത്തിയത്. എന്നാൽ മറ്റേ ജെയ്സൺ ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കിയിട്ട് അതിലൊരു മനുഷ്യനെയാണ് സൂപ്പർ പൊസിഷനിൽ നിർത്തിയത്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ സൂപ്പർ പൊസിഷനിൽ നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റു പല ലോകങ്ങളും ക്രിയേറ്റ് ചെയ്യുമെന്നാണ്. അതായത് ആ മനുഷ്യന് പല പല റിയാലിറ്റിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആ ജെയ്സൺ ആ ബോക്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലോ എന്റെ ലോകത്തേക്ക് വന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അത് ഞാൻ തന്നെയാണെങ്കിലോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുന്നത് അവൾക്ക് സംശയമായി. ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും ഞാനല്ല, എന്റെ ഒരു വേർഷൻ. നിനക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം, എങ്കിലും ഞാൻ പറയുന്ന ഈ കാര്യം കൂടെ നീ ഒന്ന് ഇമാജിൻ ചെയ്യ്. ഞാനും അവനും ഇത്രയും വർഷം ഒരാളായിട്ട് തന്നെയാണ് ജീവിച്ചത്. എന്നാൽ നീ പ്രഗ്നന്റ് ആയ നിമിഷം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ആ നിമിഷത്തിൽ ഞങ്ങൾ പിരിഞ്ഞിട്ട് 2 യൂണിവേഴ്സിലേക്ക് പോയി. ഞങ്ങൾ പിരിയാൻ കാരണം ഞാൻ നിന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ അവൻ അങ്ങനെയല്ല. അവൻ അവന്റെ റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അവൻ ആ ബോക്സ് ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു നിമിഷം ഞാൻ അവന്റെ ലോകത്താണ് നിൽക്കുന്നത്, അവനാണെങ്കിൽ എന്റെ ലോകത്തും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജെയ്സൺ ഇപ്പൊ ഡാനിയലിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് അവളാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ജെയ്സൺ 2 ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അകത്താണ് നിൽക്കുന്നത്. അവന്റെ മുന്നിലായിട്ട് ആ വലിയ ബോക്സ് ഉണ്ട്. ജെയ്സൺ 1 ഇമാജിൻ ചെയ്ത പോലെ ആ കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ ആ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴിയാണ് ജെയ്സൺ 2 ഇപ്പോ ജെയ്സൺ 1ന്റെ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. അവനിപ്പോൾ ആ ബോക്സിന്റെ അടുത്തായിട്ട് ഒരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്റെ മൊബൈൽ വഴി ആ ബോക്സിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അവന് കാണാൻ സാധിക്കും. ഇതേ സമയം തന്നെ ജെയ്സൺ 1ഉം ഡാനിയലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ആ റബ്ബർ ബാൻഡ് ചുറ്റിയിരിക്കുന്നത് അവളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതെന്റെ വെഡ്ഡിംഗ് റിംഗിന്റെ മാർക്കാണ്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു എന്നതിനുള്ള ഏക തെളിവാണിത്. അത് മാഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ ഈ റബ്ബർ ബാൻഡ് ചുറ്റിയിരിക്കുന്നത് എന്നാണ് അവൻ മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അവൾ അവന്റെ മാരേജ് ലൈഫിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് കേട്ട ഉടനെ തന്നെ അവൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം അവനുമായിട്ട് അങ്ങനെ ഒരു ലൈഫായിരുന്നു അവളും ആഗ്രഹിച്ചിരുന്നത്. ഈ സമയത്താണ് അവിടെ ആരോ ബെല്ലടിക്കുന്നവർ കേൾക്കുന്നത്. അവർ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ജെയ്സൺ വേഗം ചെന്നിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അതാ ഡോൺ ആയിരുന്നു. അവൾ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ഡാനിയലെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം അവൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ കൊന്നതിന് ശേഷം ഡോൺ വേഗം ജെയ്സനെ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 എപ്പിസോഡായി. ഈ സീരീസിന് മൊത്തത്തിൽ 9 എപ്പിസോഡുകളാണുള്ളത്. ഇനി 3ാമത്തെ എപ്പിസോഡ് എന്റെ സെക്കൻഡ് ചാനലിലായിരിക്കും കേട്ടോ വരിക. മൂവി ഫ്ലിക്സ് സ്പെഷ്യൽസ് എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നാളെ വൈകുന്നേരം 6 മണിക്കായിരിക്കും ഇതിന്റെ 3ാമത്തെ എപ്പിസോഡ് വരുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡ് ഈ ചാനലിൽ ഇട്ടതിന്റെ കാരണം ഈ വീഡിയോ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.